ആത്മവിശ്വാസമാണ്. ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഒരുപിടി ചാരിതാർത്ഥ്യവുമായി ഈ വാർഷിക ആഘോഷങ്ങളോടെ ഞാനിവിടെ നിന്ന് പടിയിറങ്ങുമ്പോൾ ഓർത്തു വയ്ക്കാൻ എനിക്ക് ഒരുപാടുണ്ട്. എൻ്റെ ചലനങ്ങളും ചിന്തകളും മാത്രമല്ല, എൻ്റെ വീടും കുടുംബവും സൗഹൃദവും സഹകരണവും ഊണും ഉറക്കവും ചിന്തയും ശ്വാസവും വിശ്വാസവും എല്ലാം കുടുംബശ്രീയായി മാറിയ എൻ്റെ ഇന്നലകളോടാണ് താൽക്കാലികമായിട്ടെങ്കിലും ഔപചാരികതയുടെ ഭാഷയിൽ ഞാൻ യാത്ര ചോദിച്ച് പടിയിറങ്ങുന്നത്. എങ്കിലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. എൻ്റെ രാഷ്ട്രീയം എന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിൻ്റെ സമരവീതിയിൽ നിങ്ങൾക്കുള്ള ശബ്ദമായി ചേർത്ത് പിടിക്കാനുള്ള കരങ്ങളായി ഒരുമിച്ച് നിൽക്കാനുള്ള ഇടങ്ങളിൽ സമരാവേശത്തിൻ്റെ തീജ്വാലയായി കുടുംബശ്രീ നൽകിയ കരുത്തുമായി ഒരുപാട് ദൂരം ഇനിയും നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനുണ്ട്. ഉത്തരവാദിത്വത്തിൻ്റെ വിവിധ വർണ്ണങ്ങളിൽ അവിടങ്ങളിലെല്ലാം എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും ഇന്നലകളിൽ എന്നതുപോലെ എന്നും കൂടെ ഉണ്ടാവണം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്ത്രീകളെ ഇങ്ങനെ ഒരുമിച്ചൊന്ന് ഇരുത്താൻ ഒട്ടേറെ പണിപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നൊരു വാട്സാപ്പിൽ മെസ്സേജ് കണ്ടാൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഇത്തരം പരിപാടികളിൽ എത്തിച്ചേരുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കേരളത്തെ കൊണ്ടുവന്ന് എത്തിച്ചത് നമ്മുടെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ ഇടപെടലാണ്. നമുക്കറിയാം, ഒരു സമയം കഴിഞ്ഞാൽ സ്ത്രീകൾ പുറത്തേക്ക് പോകാൻ കഴിയാത്ത മാനസികാവസ്ഥയിലുള്ളവർ. 5 മണിക്ക് ശേഷം സ്ത്രീകൾ പുറത്തു പോകണമെങ്കിൽ സ്ത്രീകൾക്ക് വിളക്ക് കത്തിക്കണം, അങ്ങനെ ഒട്ടേറെ ജോലികൾ. രാവിലെ സ്ത്രീകളൊന്നും ഒരു മീറ്റിങ്ങിന് വരാൻ പറഞ്ഞാൽ സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ നോക്കണം, ഭർത്താവിന് ആഹാരം ഉണ്ടാക്കണം, വീട്ടിൽ അടുക്കളപ്പണികൾ ചെയ്യണം, അങ്ങനെ നിരവധിയായ ജോലികൾ ചെയ്തുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ വീടിൻ്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരാൻ, സ്ത്രീകൾ സാംസ്കാരികമായും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായുള്ള നേട്ടങ്ങൾ കൊയ്യുന്നതിന് സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇടപെട്ടിട്ടുള്ള ഒരു മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ എന്ന പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ വിജയകരമായ നടത്തിപ്പ് ഗവൺമെൻറ് ഏറ്റെടുക്കുമ്പോൾ 48 ലക്ഷം സ്ത്രീ സമൂഹങ്ങളെ ഇന്ന് കേരളത്തിൽ അണിനിരത്താൻ കഴിഞ്ഞത് ഈ കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനത്തിലൂടെയാണ്. നമുക്കറിയാം, ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ. ഒരു അയൽക്കൂട്ടം കൂടാൻ വിളിച്ചാൽ സ്ത്രീകൾ ഒരുമിച്ചിരിക്കാത്ത കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് എത്ര സമയം വേണമെങ്കിലും അയൽക്കൂട്ടത്തിൽ ഇരുന്ന് സാമൂഹ്യമായി സാംസ്കാരികമായി രാഷ്ട്രീയവുമായി സംസ്കരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സ്ത്രീകളെ മാറ്റിയെടുക്കാൻ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ സ്ത്രീകൾ ഒട്ടേറെ മുന്നിലോട്ട് പോയി എന്ന് ആത്മാർത്ഥമായി അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളിന്ന് നിൽക്കുന്നത്. ആ അഭിമാനകരമായ മുഹൂർത്തങ്ങൾക്ക് കുറച്ചുകൂടി ആക്കം കൂട്ടാൻ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഈ അടുത്ത ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇന്നിവിടെ ആയിരക്കണക്കിന് സഹോദരിമാർ ഈ കുടുംബശ്രീയുടെ വാർഷികത്തിൽ പങ്കെടുക്കുമ്പോൾ 5 മണിക്ക് ശേഷം അല്ലെങ്കിൽ 6 മണിക്ക് ശേഷം ഒറ്റയ്ക്ക് നടക്കാൻ കഴിയില്ല എന്നൊരു മാനസികാവസ്ഥയിൽ നിന്ന് സ്ത്രീ സമൂഹത്തെ സാമൂഹ്യ നീതി വകുപ്പിലൂടെ കൂട്ടനടത്തത്തിലൂടെ സ്ത്രീകളെ അർദ്ധരാത്രിയും സമൂഹത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നവരാക്കി മാറ്റിയെടുക്കാൻ, അവരുടെ മാനസികമായ നിലയെ മാറ്റിയെടുക്കാൻ കഴിയും ഗവൺമെൻറ്റാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ, ശൈശവത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ മുതൽ പ്രായമായ കിടപ്പ് രോഗികളെ വരെ പരിചരിക്കുന്ന രീതിയിലുള്ള ആധുനിക രീതിയിലുള്ള പഠിച്ചിട്ടുള്ള സർട്ടിഫിക്കേഷനുള്ള കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ പാലിയേറ്റീവ് രംഗത്തുണ്ട്. തുടങ്ങി നിരവധിയായിട്ടുള്ള ടൂറിസം മേഖലകളിൽ ഇപ്പോൾ പുതിയൊരു കഴിഞ്ഞ ശില്പശാലകളുണ്ടായിരുന്നു. 2 ദിവസം ശില്പശാല രൂപീകൃതമുണ്ടായിരുന്നു. ആ ശില്പശാലയിൽ പുതിയ സംരംഭമായിട്ട് വന്നിരിക്കുന്നു. നമ്മുടെ ഹൈവേ എല്ലാം വികസിച്ച് കഴിയുമ്പോൾ അത് അടുത്ത ഘട്ടം വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ഹൈവേ അത് ഏറ്റവും മനോഹരമായിട്ട് ബ്യൂട്ടിഫൈ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മുടെ വി പാർക്ക് കാണുന്നത്. വി പാർക്കിന്റെ അടിയിൽ എത്രത്തോളം ജനങ്ങളാണ്. ദിവസം രാത്രി 2 മണിയായാലും ആൾക്കാരും പിരിഞ്ഞുകൊണ്ടില്ല, കുടുംബത്തോടുകൂടിയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നിരവധി ഉണ്ടാകണം. ഈ സംരംഭത്തിനെല്ലാം നേതൃത്വം വഹിക്കേണ്ടത് കുടുംബശ്രീ ആകണം എന്നാണ് സർക്കാരിന്റെ വലിയ ലക്ഷ്യങ്ങളൊന്ന്. ആ രീതിയിൽ സംസ്ഥാനത്തെ ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിലെല്ലാം കുടുംബശ്രീയുടെ കൈകളിലേക്ക് എത്തുന്ന രീതിയിലുള്ള വലിയ സംരംഭങ്ങൾ വരാൻ പോകുന്ന കാലഘട്ടം
അത് കാണാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ശാക്തീകരിക്കപ്പെടണം അല്ലേ. ഇതിനകത്തെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ രാജ്യത്തെ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ GST അടക്കമുള്ള സംവിധാനങ്ങൾ, ടാക്സേഷൻ സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ട്രെയിനിങ് നൽകുന്നുണ്ട്. ഓരോ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉത്പാദിപ്പിക്കുമ്പോഴും അതിൽ ടാക്സ് എത്രത്തോളം നമ്മൾ നൽകണം, അതിന് വേണ്ടിയിട്ട് ക്ലസ്റ്ററിൽ തന്നെ, അയൽക്കൂട്ടങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ ഏരിയസിൽ തന്നെ ത്രിതല സംവിധാനത്തിൽ എല്ലാവർക്കും പ്രത്യേകമായിട്ട് പരിശീലനം നൽകുന്നുണ്ട്. ഓക്സിലറി യൂണിറ്റുകളിൽ നിന്നും പുതിയ ആശയങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ വേർതിരിവുകളെല്ലാം ഇല്ലാതാവുകയാണ്. പലപ്പോഴും കുടുംബശ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞവർക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ കാശില്ലാത്ത വീടില് എന്നുള്ള ഒരു ചിന്താഗതി അത് മാറിക്കൊണ്ട് എല്ലാവർക്കും കുടുംബശ്രീയിലേക്ക് അംഗത്വം വരാം എന്നുള്ള രീതിയിലേക്കൊക്കെ നിലപാടുകൾ മാറുക, നിയമാവലി ബൈലോയായിട്ട് മാറുകയും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുടുംബശ്രീയെ പഠിക്കുവാൻ വേണ്ടിയിട്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും, നിങ്ങളൊക്കെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ പലപ്പോഴും പറയാറുണ്ട്, ആണ് VIP ചേർന്നിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്ന് വന്ന പ്രതിനിധികളാണ് കുടുംബശ്രീയെ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതുപോലെ പ്രിയമുള്ള മറ്റ് സഹോദരി സഹോദരന്മാർ, ഇപ്പൊ സഹോദരന്മാർ നമ്മുടെ ഡയസിലേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ വളരെ അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു നിമിഷമാണ്. നമുക്ക് സ്ത്രീകളെ ശാക്തീകരിക്കുവാൻ വേണ്ടി 1998 VK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് കുടുംബശ്രീ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ഇത് അഭിമാനത്തോട് പറയാൻ സാധിക്കും. അങ്ങനെ ആ 98 രൂപ കൊണ്ട കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് കേരളത്തിലല്ല ലോകത്തിന് മാതൃകയായ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ സംഘടനയായി മാറിയിരിക്കുകയാണ്. അപ്പൊ 98 പോയിട്ട് 27 വർഷം അല്ലേ, നല്ല ഒരു യുവതിയുടെ ലക്ഷ്യമൊക്കെയാണ് കുടുംബശ്രീ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമ്മളിവിടെ ആദരിച്ചു ഏറ്റവും പ്രായമുള്ള 2 സഹോദരിമാരെ ഇവിടെ ആദരിച്ചു, അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. അങ്ങനെ ഓരോ മേഖലകൾ പരിശോധിക്കുമ്പോൾ ഇന്ന് ഇപ്പൊ അതിദാരിദ്ര്യം പ്രഖ്യാപിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഇതിന് 4 ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീ പ്രവർത്തകർ നടത്തിയ ആത്മാർത്ഥമായിട്ടുള്ള സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തിയെന്ന് പറയുമ്പോൾ അതിന് നല്ലൊരു അഭിനന്ദനം ഏറ്റുവാങ്ങിയവരാണ് കുടുംബശ്രീ തന്നെയാണ്. അങ്ങനെ ഓരോ മേഖലകൾ പരിശോധിക്കുമ്പോഴും നമുക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കുന്ന എന്താണ്, ഏറ്റവും കൂടുതൽ ഇന്ന് സ്ത്രീ ശാക്തീകരണം പറയുമ്പോൾ ഓർമ്മ വരുന്നത് കുടുംബശ്രീയാണ്. അപ്പോൾ ആ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമുണ്ട്. നമ്മുടെ രാഷ്ട്രീയം എന്താണ്? സമൂഹത്തിൽ എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നത്, പാർശ്വവൽക്കരിക്കപ്പെട്ട ഏറ്റവും പുറന്തള്ളപ്പെട്ട എല്ലാ സഹോദരിമാരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയം. തങ്ങളുടെ സാന്നിധ്യമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുടുംബശ്രീയുടെ 27 വർഷമൊക്കെ കഴിഞ്ഞു. അതൊക്കെ രാവിലെ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു കാണാൻ നിങ്ങൾക്കെല്ലാം അറിയാം. 27 വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് കുടുംബശ്രീ അംഗങ്ങൾക്ക് ഒരു ലോൺ കിട്ടുന്നതിനോ, കുടുംബശ്രീ വരുന്നതിന് മുൻപ് ഒരു ലോൺ കിട്ടുന്നതിനോ, അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോയി കാത്തു നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനു മുമ്പ് ജനകീയാസൂത്രണം തുടങ്ങുന്ന സമയത്താണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിൽ എല്ലാവരും ഇടപെട്ടു തുടങ്ങി. പിന്നീട് 98 കുടുംബശ്രീ വന്നതോടുകൂടി നമുക്കെല്ലാവർക്കും ഒരു കൂട്ടമായി ചേരുവാനും പൊതുവിടങ്ങളിലേക്ക് നമ്മുടെ അഭിപ്രായം കൃത്യമായിട്ട് പങ്കുവയ്ക്കുവാനുമുള്ള ഒരു സാഹചര്യം കുടുംബശ്രീ നമുക്ക് സംജാതമാക്കി എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കുടുംബശ്രീ ആ മേഖലകളിലെല്ലാം ഇടപെട്ടപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒന്നാമത്തെ ദാരിദ്ര്യ ലഘൂകരണത്തിനുള്ള ഒന്നാമത്തെ നോഡൽ ഏജൻസിയായിട്ട് കുടുംബശ്രീ 27 വർഷങ്ങൾ കൊണ്ട് മാറുകയാണ്. അതിനകത്ത് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നമ്മുടെ ഓണക്കാലം എന്ന് പറയുന്നത്
ഇക്കഴിഞ്ഞ ഓണക്കാലം ഏറ്റവും സന്തോഷത്തിൻ്റെതായ ഒരു ഓണക്കാലമായിരുന്നു. 1679 കോടി രൂപ കേരളത്തിലെ സാധാരണക്കാരായ 62 ലക്ഷം ജനങ്ങൾക്ക് 3200 രൂപ വീതമാണ് ഓണക്കാലത്ത് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യും. അതിനുശേഷം തൊട്ടടുത്ത ഒക്ടോബർ മാസം 812 കോടി രൂപ കൂടി 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷനായി വിതരണം ചെയ്യും. ഏറ്റവും അവസാനം ഇക്കഴിഞ്ഞ മാസത്തിൻ്റെ അവസാനം വാർത്താ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയും പ്രഖ്യാപിച്ചു ക്ഷേമ പെൻഷൻ 2000 രൂപയായി